തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. PV അൻവർ MLA രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുന്നു. പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന, ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന, നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകും. പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും. എന്നിട്ട് അവര് ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും. അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന 37 ദിവസക്കാലമായി 37 ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ഇത് BJPയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ്. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്. പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അപ്പൊ അദ്ദേഹം BJPയെ സന്തോഷിപ്പിച്ച്, BJPയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു. BJP ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നോട്ടീസ് വരും, ഇപ്പോ അന്വേഷണം കൂടും, അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും, ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ആ ഭയത്തിന്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. അപ്പൊ BJPയെ സന്തോഷിപ്പിക്കാൻ, BJPയെ പ്രീതിപ്പെടുത്താനാണ്. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമായി. അപ്പൊ മോഡിയെ സന്തോഷിപ്പിക്കുക, BJPയെ സന്തോഷിപ്പിക്കുക, അവരുടെ ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത്, ആ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ CPM എത്ര നിലവാരമില്ലാതെ പെരുമാറും, എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കും. ഇത് പറയുമല്ലോ, ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും. അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുക. ഇതേ പിണറായി വിജയൻ ഇതേ അൻവറിനെ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. കോടതി എടുത്ത് തള്ളി കൊട്ടയിലിട്ടു. അപ്പൊ എന്തും പറയിപ്പിക്കും, ആരെ കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയ ഒരു ആയുധം. അയാളെ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇദ്ദേഹമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ദേശീയതലത്തിൽ നമുക്കറിയാം, ഇന്ന് നിങ്ങൾ എല്ലാവരും അറിയണം, ഇന്ന് വിശ്വോത്തര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും ചരമദിനവുമാണ്. ഷേക്സ്പിയർ അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെ കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അധികാര ദുർമോഹിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാക്ബത്ത് ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും ഉപയോഗിക്കും. അതാണ് ഇന്ന് രാജ്യത്ത് സമാനമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി വർഗീയ പ്രചരണം, വിഷം ചീറ്റുകയാണ്, വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയാൻ, പരസ്യമായിട്ട് പറയാൻ, ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകുകയാണ്, വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. നമുക്ക് അപരിചിതമായ ഒരു തരത്തിൽ രാജ്യത്ത് വലിയ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിലൂടെ അധികാരം, അപ്പോ എത്രമാത്രം വെപ്രാളമാണ് അവർക്കുള്ളത്. 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവസാനമായപ്പോഴേക്കും ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള സംശയത്തിലേക്ക്, സീറ്റുകളുടെ എണ്ണം കുറയുമോ എന്നുള്ള സംശയത്തിലേക്കും ഭയപ്പാടിലേക്കും BJP വഴുതി വീണു. അതിന്റെ അവസാന ശ്രമമാണ്, കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഇന്നലെ രാജസ്ഥാനിൽ ഇന്ന് നടത്തിയ സംഭവം. ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ BJP എത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇത്രയും മോശമായ, ഇത്രയും വിദ്വേഷം ചുമത്തുന്ന ഒരു പ്രസ്താവന വന്നതിന് ശേഷം 48 മണിക്കൂറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ എത്ര ദുർബലമായി
എത്രമാത്രം അവയെ തകർത്തിരിക്കുന്നു എന്നതിന്റെ കൂടി ഏറ്റവും വലിയ ഉദാഹരണമാണ് നടക്കുന്നത്. ആ BJP, അധികാരം ദുഷിപ്പിക്കുന്ന BJP, അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത വളർത്തുന്ന BJP, ആ BJPയുമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM-ഉം സന്ധി ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഇപ്പോ ഗുജറാത്ത് തൂത്തുവാരും BJP എന്നാരാ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ CPM സെക്രട്ടറി ഗോവിന്ദൻ. BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? BJP പ്രസിഡന്റ് അല്ല, കേരളത്തിലെ LDF കൺവീനർ. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, BJPയെ ഭയന്ന് നടത്തുന്ന ശ്രമമാണ്. എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് ഉണ്ടായത്. ആ വടകരയിൽ തോൽക്കുമെന്നായപ്പോൾ അവസാനത്തെ ആഴ്ച വൈകാരികമായ പ്രകടനം നടത്തി കൊണ്ടുവന്ന നുണബോംബ് പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി നുണബോംബ്. അവസാനം വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എന്നിട്ട് ഇന്ന് ഗോവിന്ദൻ വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ്, ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട്, അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗോവിന്ദനെതിരായി. ഗോവിന്ദൻ പിന്നെ എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്, വാ തുറന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു UDF-കാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എന്റെ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല, വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകർ. ഞാൻ പോലീസിനെ വിളിച്ച് അന്വേഷിച്ചു, പോലീസ് കണ്ടിട്ടില്ല വീഡിയോ. അപ്പൊ വീഡിയോ എവിടെ? അപ്പൊ ഇപ്പൊ പറഞ്ഞു വീഡിയോ ഇല്ല. അപ്പൊ സ്ഥാനാർത്ഥി പറഞ്ഞു അത് പോസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, പോസ്റ്റർ ആണെങ്കിലും നമുക്ക് നോക്കാം, അശ്ലീല പോസ്റ്ററാണെന്നാ പറഞ്ഞത്, നമുക്ക് നടപടിയെടുക്കാം. അങ്ങനെ പാടില്ലല്ലോ, ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളത് കൊട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. CPM ചെയ്യുന്ന പോലെ. അപ്പൊ CPM ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ? ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പോസ്റ്റർ? പോലീസിന്റെ കയ്യിലും ഇല്ല ഈ പോസ്റ്റർ, പരാതി കൊടുത്തതിലും ഇല്ല. സാധാരണ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കും പോസ്റ്റർ. അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല. ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ PR ഏജൻസി ഈ പോസ്റ്റർ ഉണ്ടാക്കണം പുതിയതായിട്ട്. പോസ്റ്റർ ഇല്ല. അപ്പൊ എന്തൊരു കാപഢ്യമാണ്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്, കരഞ്ഞതല്ല എന്ന് പറയും. എന്തൊരു കാപഢ്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വടകരയിൽ നടന്നത് തെമ്മാടിത്താണെന്ന്. നമ്മൾ വിഷുവിൽ ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെ എറിയും, പടക്കം ചീറ്റിപ്പോവും. ആ ചീറ്റിപ്പോയ പടക്കം എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റിപ്പോയ വടകരയിലെ പടക്കം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇന്ന് പറയാ വടകരയിൽ നടന്ന തെമ്മാടിത്തരമാണ്. അത് ചീറ്റിപ്പോയതിന്റെ വിഷമമാണ് പറയുന്നത്. ഇവരൊക്കെ എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഇനിയിപ്പോ എന്തിനാ ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും CPM ആണ്. CPM-ന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് NDA ആണ്, ഏറ്റവും ബെസ്റ്റ്. അപ്പൊ BJP സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത്, BJP എവിടെയൊക്കെയാണ് CPM സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ. ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ. ഒരേ വാചകങ്ങളാണ് ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരേപോലെയാണ് ദ്രോഹിക്കുന്നത്.